കോട്ടക്കലിലെ ചങ്കുവെട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള മലിനജലമാണ് ഈ പാടശേഖരത്തിലേക്ക് ഒഴുക്കിവിടുന്നത്. ആശുപത്രി ഉടമയുടേത് തന്നെയാണ് ഈ പാടവും. ഇതിന് പരിസരത്തായി താമസിക്കുന്നത് 100-ലേറെ കുടുംബങ്ങൾ. ദുർഗന്ധവും രോഗഭീതിയും കാരണം ഇവരുടെ ജീവിതം ഇന്ന് ദുരിതപൂർണമാണ്. ഈ പാടത്തിലേക്ക് ഈ അൽമാസ് ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളങ്ങളും ഈ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ഡയാലിസിസ് ചെയ്യുന്ന സമയത്തുള്ള രക്തം ഉൾപ്പെടെയുള്ള എല്ലാ മാലിന്യങ്ങളും തള്ളിവിടുന്നത്, ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോയാൽ ഞങ്ങളെ ഈ മക്കൾ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഒരു മാറാരോഗികളായി മാറും. അതൊക്കെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം മലിനമായി കഴിഞ്ഞു. കിണറുകളിലെയും കുളങ്ങളിലെയും വെള്ളത്തിന് നിറവ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ കിണറ്റിലും ഒരാളെ കിണറെന്നല്ല, ഒരുവിധം കിണറ്റിൽ വെള്ളമൊക്കെ ചെയ്യുക നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അവരവിടെ ചെയ്യുന്ന എല്ലാ വേസ്റ്റ് വെള്ളങ്ങൾ, ക്യാൻറ്റീനകത്ത് ഡയാലിസിസ്, ആ രക്തം ഒക്കെ നമ്മൾ ഈ പാടത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതന്നെ വെള്ളം ഒരു പുളിപ്പും ചൊയ്യൊക്കെ കൂടെയാണ്, ഒരു വാസന തന്നെ ഉണ്ടാവും. ഈ ഇതിൻ്റെ ഡെറ്റോളിൻ്റെ ഒക്കെ വാസന, പൈപ്പ് ഇറ്റുമ്പോൾ തന്നെ വാസന ഉണ്ടാവും. അധികൃതരോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. മുനിസിപ്പാലിറ്റി മുതൽ ജില്ലാ കളക്ടർ വരെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടും അവരിൽ നിന്നൊക്കെ നമുക്ക് ഒരു പ്രതികൂലമായ മറുപടിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നിട്ടും ഒരു നീതി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ജലീൽ പടന്ന, മീഡിയ 1.